നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ് അപകടം. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില അതീവ ഗുരുതരം. നാട്ടുകാർ അടച്ച കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് ക്ലർക്ക് കുടുങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്കുള്ള കെ-സ്മാർട്ട് ആപ്ലിക്കേഷന്റെ സാങ്കേതിക പോരായ്മ മുതലെടുത്ത് തട്ടിപ്പ് നടത്തിയത് ക്ലർക്ക് PS സാജിത്ത്. സംഭവത്തിൽ വിജിലൻസ് പരിശോധന നടത്തി. ഡൽഹിയിൽ നിന്നും കുറഞ്ഞ വിലയിൽ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്. യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കാസർകോട് പള്ളിക്കര ബിലാൽ നഗറിൽ അറഫ വില്ലയിൽ 32 വയസ്സുള്ള മുഹമ്മദ് തൻസീർ. പുന്നൂർക്കുളം അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ നാടോടി യുവതികളുടെ മോഷണം. വീടിന്റെ പുറകുവശത്തെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 3 ഫാനുകളും പുതിയ ഇലക്ട്രിക്കൽ സാധനങ്ങൾ, അലൂമിനിയം ഡോർ എന്നിവ മോഷ്ടിച്ചു. പോലീസ് വിഷയം ഗൗരവമായി കാണുന്നില്ലെന്ന് ആക്ഷേപം. കുരങ്ങ് ശല്യത്തിൽ ദുരിതം പേറി കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ടുവളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ച വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. CCTV സ്പെഷ്യൽ സ്റ്റോറി. വിശദമായ വാർത്തയിലേക്ക്. കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ് അപകടം. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം ഇന്ന് രാവിലെ 11ഓടെയാണ് അപകടം. തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ഡിഫൻഡർ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അമിത വേഗതയും മഴയിൽ റോഡ് നനഞ്ഞു കിടന്നതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. മുമ്പ് ഇവിടെയുണ്ടായ അപകടത്തിൽപ്പെട്ട കാറാണ് ഇത്. ഫയർഫോഴ്സും നാട്ടുകാരുമാണ് യാത്രികരെ പുറത്തെടുത്തത്. ബസ് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത്. ബസിന്റെ നടുഭാഗം 2ആയി പിളർന്നു. കുറ്റിപ്പുറം, വളാഞ്ചേരി, കോട്ടക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ എത്തിച്ചത്. കുന്നംകുളം കാണിയാമ്പാലിൽ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിങ്ങോട് പാലിക്കപ്പറമ്പിൽ വീട്ടിൽ 41 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. ഉറങ്ങാൻ കിടന്ന അനീഷിനെ രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തെരച്ചിലിൽ കാണിയംകുളത്തിന് സമീപം ഇയാളുടെ ചെരുപ്പും തോർത്തുമുണ്ടും കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവർ നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഫയർ സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ, ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, ഉദ്യോഗസ്ഥരായ അൻവർ, രഞ്ജിത്ത്, പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. നാട്ടുകാർ അടച്ച കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് ക്ലർക്ക് കുടുങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്കുള്ള കെ-സ്മാർട്ട് ആപ്ലിക്കേഷന്റെ സാങ്കേതിക പോരായ്മ മുതലെടുത്താണ് ക്ലർക്ക് PS സാജിത്ത് തട്ടിപ്പ് നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ വിജിലൻസ് പരിശോധന നടത്തി. കെട്ടിട ഉടമകൾ നൽകുന്ന തുക സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം കെ-സ്മാർട്ട് ആപ്പിൽ വ്യാജ UPI ID നൽകിയാണ് ഇദ്ദേഹം ക്രമക്കേട് നടത്തിയത്. തുടർന്ന് ആപ്പിൽ നിന്നും ഔദ്യോഗിക നികുതി രസീത് ഡൗൺലോഡ് ചെയ്ത് ഉടമകൾക്ക് നൽകും. സർക്കാരിന്റെ യഥാർത്ഥ രസീത് ലഭിക്കുന്നതിനാൽ നികുതിദായകർ തട്ടിപ്പറിഞ്ഞിരുന്നില്ല. നികുതി സ്വീകരിക്കുമ്പോൾ പണം പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സാങ്കേതിക വിദ്യ കെ-സ്മാർട്ട് ആപ്ലിക്കേഷനിൽ ഇല്ലാത്തത് തട്ടിപ്പ് എളുപ്പമാക്കി. ഈയിടെ ചുമതലയേറ്റ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നടത്തിയ തട്ടിപ്പാണ് കണ്ടെത്തിയത്. തട്ടിപ്പ് പുറത്തായതോടെ 31 ഇടപാടുകളിലായി തട്ടിയെടുത്ത 3,76,641 രൂപ സാജിത്ത് പഞ്ചായത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചു. കുറ്റസമ്മതവും എത്ര തവണയായി എത്ര തുക എടുത്തു എന്ന് വിശദീകരണമുള്ള കത്തും സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. സ്വന്തം ഐഡിയിൽ മാത്രമല്ല സഹപ്രവർത്തകരുടെ ഐഡിയിൽ ലോഗിൻ ചെയ്തും സാജിത്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതിയും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകി.
ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ വകുപ്പിന്റെ വിജിലൻസ് ഉദ്യോഗസ്ഥൻ ഓഫീസിൽ പരിശോധന നടത്തി. കഴിഞ്ഞ 4 വർഷമായി സാജിത്ത് കടവല്ലൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. മുൻ വർഷങ്ങളിലും നടപ്പു സാമ്പത്തിക വർഷത്തിലും സമാനമായ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. സംഭവം സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർകോട് പള്ളിക്കര ബിലാൽ നഗറിൽ അർഫ വില്ലയിൽ 32 വയസ്സുള്ള മുഹമ്മദ് തൻസീറിനെയാണ് SHO വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. താമരയൂർ നന്ദനം ഹെറിറ്റേജിൽ ഒല്ലൂക്കാരൻ ഫെലിക്സ് ആന്റണിയുടെ പരാതിയിലാണ് അറസ്റ്റ്. 2024 കേസിനാസ്പദമായ സംഭവം നടന്നത്. കുറഞ്ഞ വിലയിൽ 3 ഇന്നോവ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 22 ലക്ഷം രൂപയാണ് തൻസീർ ഫെലിക്സ് ആന്റണിയിൽ നിന്നും കൈക്കലാക്കിയത്. തുടർന്ന് ഒരു കാർ മാത്രം നൽകി മുങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ സമാന രീതിയിൽ നിരവധി പരാതികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിനു ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർകോട് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. SIമാരായ CK ഷാജു, MP പ്രേമൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് പോൾ, ജോമോൻ, ലാൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഫണ്ട് വിനിയോഗിച്ച് ഗുരുവായൂരിൽ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ച 8 ഹൈമാസ് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. സ്വിച്ച് ഓൺ കർമ്മം സുരേഷ് ഗോപി നിർവഹിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, മുൻ വാർഡ് കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, കൗൺസിലർ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ ചെയർമാനായിരുന്ന ആത്രപ്പുള്ളി നാരായണന്റെ ഓർമ്മകളുമായി ഒത്തുകൂടിയ സുഹൃത്തുക്കളും സാംസ്കാരിക പ്രവർത്തകരും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഓർമ്മയെക്കുറിച്ച് നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും പ്രൗഢമായ ഒരു ആശയം വിശുദ്ധനായ നോവലിസ്റ്റായിട്ടുള്ള മാർക്യൂസിൻ്റെതാണ്. ധാരാളം ഉദ്ധരിക്കപ്പെടുന്ന ഒരു വരിയാണ് മാർക്യൂസിൻ്റെ. അദ്ദേഹം എഴുതുന്ന ഒരു വരി, വാട്ട് മാറ്റേഴ്സ് ഇൻ ലൈഫ് is not how you live, but how you remember it. What do you remember it and how. കനലോർമ്മകളുടെ പെരുമഴക്കാലം എന്ന പേരിൽ ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ സുനിൽ P. ഇളയിടം ഉദ്ഘാടനം ചെയ്തു. NTV ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷത വഹിച്ചു. ആത്രപ്പുള്ളി നാരായണൻ സ്മൃതി പുരസ്കാരം നാടകപ്രവർത്തകൻ ജയൻ ചേർത്തലയ്ക്ക് സമ്മാനിച്ചു. പവർ ഗാർഡ് സോളാർ സിസ്റ്റത്തിന്റെ പുരസ്കാരത്തുക KC ജോസ് സമ്മാനിച്ചു. ഹരിതശ്രേഷ്ഠ പുരസ്കാരം ബിജു എബ്രഹാമിനും, മികച്ച നാടക കലാകാരനുള്ള പുരസ്കാരം ശശിധരൻ നടുവിലിനും, പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം PI ആൻഡോയ്ക്കും, പ്രവാസി വ്യവസായിക്കുള്ള പുരസ്കാരം ഷെരീഫ് ഞമനേങ്ങാടിനും, കലാരംഗത്തിനുള്ള പുരസ്കാരം അനുപമ മേനോനും സമ്മാനിച്ചു. CCTV ന്യൂസ് ഡയറക്ടർ KC ജോസ്, പ്രദീപ് ശിവശങ്കർ, പ്രദീപ് നാരായണൻ, സുനിൽ ചന്ദ്രൻ, സത്യൻ കണ്ടാണശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ യോഗത്തിനു പുറമെ വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. സിനിമാ പ്രദർശനം, നാടകഗാനങ്ങളുടെ അവതരണം, പാട്ടബാക്കി നാടകത്തിന്റെ അവതരണവും പരിപാടിക്ക് മാറ്റുകൂട്ടി. NTVയും E9 എന്റർടൈൻമെന്റും സംയുക്തമായി നിർമ്മിക്കുന്ന പുതിയ സിനിമയുടെ ടൈറ്റിൽ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ NCC യൂണിറ്റും കൂനമുച്ചി സത്സംഗ് കൂട്ടായ്മയും ചേർന്ന് കാർഗിൽ വിജയദിനം ആഘോഷിച്ചു. മുൻ സൈനികനും എഴുത്തുകാരനുമായ കോവിലന്റെ കുടീരത്തിലാണ് കാർഗിൽ ദിനത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടത്തിയത്. തമിഴ്നാട് NCC ബറ്റാലിയനിലെ മേജർ ജെംസിൻ ബോസ്കോ ജോൺസൺ കോവില കുടീരത്തിൽ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സന്ദേശം നൽകി. അണ്ടർ ഓഫീസർമാരായ TV അഭിജിത്ത്, അഞ്ജന ആനന്ദ്, NS മനുകൃഷ്ണൻ, M അബ്ദുൾ ബദീഹ, PS അവന്തിക എന്നിവർ സംസാരിച്ചു. മേജർ ജംസിൻ കേഡറ്റുകളുമായി സൈനിക അവസരങ്ങളെക്കുറിച്ച് സംവദിച്ചു. സീനിയർ കേഡറ്റുകളായ MV ശരവണഭവൻ, B അശ്വത, VB ശരണ്യ എന്നിവർ നേതൃത്വം നൽകി. NCC കേഡറ്റുകളും പുഷ്പാർച്ചന നടത്തി. MP സജീബ് മേജർ ജെംസിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചാവക്കാട് ഇരട്ടപ്പുഴ കണ്ണമ്മൂട് മത്തിക്കായലിന് സമീപത്തുള്ള ചതുപ്പുനിലത്തിൽ ദിവസങ്ങൾ പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ഇരട്ടപ്പുഴ സ്വദേശി
പ്രജീഷ് ആണ് മരിച്ചത്. 38 വയസ്സാണ്. വർഷങ്ങളായി നെൽകൃഷി ഉപേക്ഷിച്ച് മണ്ണിട്ട് തെങ്ങുവെച്ച പഴയ പാടശേഖരത്തിലെ ആളൊഴിഞ്ഞ ഭാഗത്തെ അഴുക്കുവെള്ളത്തിലാണ് പുഴുവരിച്ച ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തനിച്ചു താമസിച്ചിരുന്ന പ്രജീഷിനെ കഴിഞ്ഞ 5 ദിവസമായി കാണാനില്ലായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അച്ഛൻ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാവക്കാട് പോലീസ് പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. തൃശൂരിൽ നിന്നുള്ള ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടത്ത് രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടം. ആംബുലൻസ് ഡ്രൈവർക്കും രോഗിയുടെ കൂട്ടിരിപ്പുകാരായ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർക്കും കാറിലെ യാത്രക്കാർക്കും പരിക്ക്. ഇന്ന് വൈകിട്ട് 6:30 പന്നിത്തടം ചിറമനേങ്ങാട് കോൺകോർഡ് സ്കൂളിന് സമീപത്താണ് അപകടമുണ്ടായത്. പൊന്നാനി സർക്കാർ ആശുപത്രിയിൽ നിന്നും രോഗിയുമായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുകയായിരുന്ന 108 നമ്പർ ആംബുലൻസ് എതിരെ വന്നിരുന്ന ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ഇന്നോവ കാർ മറ്റൊരു കാറിനെ മറികടക്കുവാനുള്ള ശ്രമത്തിനിടയിൽ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ പുറകിലോട്ട് നീങ്ങിയ ഇന്നോവ കാർ തൊട്ടുപുറകിലുണ്ടായിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു. 3 വാഹനങ്ങളുടെയും മുൻവശം തകർന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ പന്നിത്തടം അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബാലസംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ മധുര വിതരണം നടത്തി. പ്രകടനത്തിനും മധുര വിതരണത്തിനും ബാലസംഘം ഏരിയ പ്രസിഡന്റ് KV ആദിത്യൻ, സെക്രട്ടറി ഭാഗ്യ, കോർഡിനേറ്റർ ഷബീർ എന്നിവർ നേതൃത്വം നൽകി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നീലിമ, വിനയ, മാളവിക, ഇർഷാദ്, അഭിജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. പുന്നൂർകുളം അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ നാടോടി യുവതികളുടെ മോഷണം. വീടിന്റെ പുറകുവശത്തെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 3 ഫാനുകളും പുതിയ ഇലക്ട്രിക്കൽ സാധനങ്ങൾ, അലുമിനിയം ഡോർ എന്നിവയും മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം മാനത്തുപറമ്പിൽ KE ഉസ്മാന്റെ വീട്ടിലാണ് സംഘം മോഷണം നടത്തിയത്. വീട്ടുകാർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന നട്ടുച്ച നേരത്തായിരുന്നു സംഭവം. മോഷണം നടത്താൻ ഇവർ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പഴയ സാധനങ്ങളും ആക്രിയും വാങ്ങാൻ എന്ന വ്യാജേനയാണ് പ്രദേശത്തെ വീടുകളിൽ ഇവർ എത്തുന്നത്. തുടർന്ന് വീട്ടുകാരുടെ ശ്രദ്ധ മാറുന്ന സമയത്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ കവരുകയാണ് രീതി. മോഷ്ടിക്കുന്ന സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് സഹായികളായി നാടോടി വിഭാഗത്തിൽപ്പെട്ട യുവാക്കളും വാഹനങ്ങളുമായി എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മുമ്പും ഇവിടെ വീടുകളിൽ സമാന രീതിയിൽ മോഷണശ്രമങ്ങൾ നടന്നിരുന്നു. ആളില്ലാത്ത സമയം നോക്കിയും ഇത്തരം സംഘങ്ങൾ എത്തുന്നതായി പരാതിയുണ്ട്. സംഭവം ഉണ്ടായ ഉടൻ വാർഡ് മെമ്പർ KH ആബിദ് വടക്കേക്കാട് പോലീസിൽ വിളിച്ച് പരാതി പറഞ്ഞിരുന്നുവെങ്കിലും കാര്യമായ അന്വേഷണമോ നടപടിയോ ഉണ്ടായില്ല എന്ന ആക്ഷേപമുണ്ട്. പിന്നീട് ഈ സംഘത്തെ വെളിയങ്കോട് വെച്ച് നാട്ടുകാർ പിടികൂടി പെരുമ്പടപ്പ് പോലീസിനെ ഏൽപ്പിച്ചെങ്കിലും താക്കീത് ചെയ്ത് വിട്ടയച്ചതായി പറയുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വമാണ് ഇത്തരം നാടോടി സംഘങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രദേശത്തെ തുടർച്ചയായ മോഷണങ്ങളിൽ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ആളൂരിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടം. യാത്രികരായ ദമ്പതികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആളൂർ പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. മറ്റം ഭാഗത്തു നിന്നും കേച്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഏനാമാവ് കെട്ടുങ്ങൽ സ്വദേശികളായ ദമ്പതികളാണ് കാറിലുണ്ടായിരുന്നത്. കേച്ചേരി ഭാഗത്തു നിന്നും മറ്റം ഭാഗത്തേക്ക് വരികയായിരുന്ന മറ്റൊരു കാറിനെ അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ മറികടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത്. സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാൻ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന കാർ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ കോൺക്രീറ്റ് ഭിത്തിയിലും തൊട്ടടുത്തുള്ള മരത്തിലും ഇടിച്ചത്. അപകടമുണ്ടാക്കിയ ശേഷം സ്കൂട്ടർ നിർത്താതെ പോയി. സമീപത്തെ താഴ്ചയുള്ള റോഡിലേക്ക് കാർ മറിയാതിരുന്നതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. ദമ്പതികൾക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത്. കുരങ്ങ് ശല്യത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ടുവളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ച വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞുകുതിർന്ന് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മണ്ടംപറമ്പ് ഉന്നതിയിലെ ഓടുമേഞ്ഞ വീട്ടിലാണ് 64-കാരനായ കൃഷ്ണൻകുട്ടി തനിച്ച് താമസിക്കുന്നത്. വനത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങുന്ന കുരങ്ങുകളാണ് കൃഷ്ണൻകുട്ടിയുടെ ജീവിതം നരകതുല്യമാക്കുന്നത്. 4 വർഷം മുമ്പ് തുടങ്ങിയ കുരങ്ങു ശല്യത്തിന് ഇപ്പോഴും അറുതിയില്ല.
കൃഷ്ണൻകുട്ടി പുറത്തിറങ്ങിയാൽ വീടും പറമ്പും കുരങ്ങുകളുടെ വിഹാര കേന്ദ്രമായി മാറും. വീടിന്റെ ഓടുകൾ ഇളക്കി താഴെയിടും. അകത്തു കയറി വസ്ത്രങ്ങളും സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കളും നശിപ്പിക്കും. വീടിൻ്റെ മുകളിൽ കയറി കളിക്കലും വീട് പൊന്തിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഭക്ഷണ സാധനങ്ങൾ അവർ തിന്നുപോക്കും. അരി സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് തിന്നിട്ടും അകത്ത് നിറയെ തോറി പെരക്കിയിട്ടും എല്ലാം നശിപ്പിച്ച് പോകുകയാണ് സാധാരണ പതിവ്. ഞങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇത് കൃഷ്ണൻകുട്ടിയുടെ മാത്രം അവസ്ഥയല്ല. ഉന്നതിയിലെ പല വീടുകളിലും കുരങ്ങുകളുടെ ആക്രമണം പതിവാണ്. സർക്കാർ ആനുകൂല്യത്തിലും വായ്പയെടുത്തും വീട് വാർപ്പാക്കിയാണ് ഭൂരിഭാഗം കുടുംബങ്ങളും കുരങ്ങുശല്യത്തിൽ നിന്നും രക്ഷ നേടിയത്. ഇതിന് കഴിയാത്ത ചില കുടുംബങ്ങൾ താമസം മാറി. കൃഷ്ണൻകുട്ടിക്ക് ബന്ധുക്കളില്ലാത്തതിനാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 10 വർഷത്തോളം മേലെ കഴിഞ്ഞു. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയിട്ടും ഈ ഒപ്പിട്ടാത്ത തരാത്ത കാരണമാണ് ചില കുരങ്ങന്മാർ ശല്യം കൊണ്ടും എനിക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. മേൽക്കൂര തകർന്ന വീട് താമസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുവാൻ അർഹതയുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലയിൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുകയാണ്. എന്നാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത കൃഷ്ണൻകുട്ടി ജീവൻ പണയം വെച്ചാണ് നിലം പൊത്താറായ വീട്ടിൽ അന്തി ഉറങ്ങുന്നത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ കാർഗിൽ വിജയ് ദിവസ് ആചരണം നടന്നു. ആരോഹൺ എന്ന പേരിൽ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെ ബിൻസി ഉദ്ഘാടനം ചെയ്തു. ലഫ്റ്റനന്റ് TJ മിനി അധ്യക്ഷയായി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനികരുടെ സ്മരണയ്ക്കായി NCC കേഡറ്റുകളും കോളേജ് വിദ്യാർത്ഥിനികളും പുഷ്പാർച്ചന നടത്തി. ദേശസ്നേഹ സന്ദേശം പകർന്നു നൽകുന്ന മനോഹരമായ രംഗോലിയും ഒരുക്കി. തുടർന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ വിരലടയാളം പതിപ്പിച്ച് രാജ്യത്തോടുള്ള ഐക്യവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയും സംഘടിപ്പിച്ചു. സീനിയർ അണ്ടർ ഓഫീസർ അനശ്വര M സംസാരിച്ചു. കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി വർഷം തോറും നടത്തിവരാറുള്ള ആനയൂട്ടും വിശേഷാൽ ചടങ്ങുകളും നടന്നു. തട്ടകത്തിലെ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഔഷധക്കഞ്ഞി വിതരണം തുടങ്ങിയ പ്രധാന ചടങ്ങുകൾ ആഘോഷപൂർവ്വം പൂർത്തിയാക്കിയത്. നാടിനും വീടിനും ഐശ്വര്യവും വിഘ്നനിവാരണവും തേടി പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ പ്രത്യേക മഹാഗണപതി ഹോമം ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ആനയൂട്ട് ചടങ്ങിൽ കുട്ടികളടക്കം നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രത്യേക മന്ത്രോച്ചാരണങ്ങളോടെ ശർക്കര, പഴം, ചോറ് എന്നിവ ഗജവീരൻ നാണുഎഴുത്തച്ഛൻ ശങ്കരനാരായണന് നൽകി ഭക്തജനങ്ങൾ അനുഗ്രഹം തേടി. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി മഹേഷ് അയ്യർ എന്നിവർ മുഖ്യ കാർമ്മികരായി. കർക്കിടക മാസത്തിലെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി തയ്യാറാക്കിയ വിശേഷാൽ ഔഷധക്കഞ്ഞിയും ചടങ്ങിനെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കുമായി വിതരണവുമുണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ മേനോൻ, സെക്രട്ടറി MR നിമിലാകരൻ, വൈസ് പ്രസിഡന്റ് KV ഹരിദാസ്, ട്രഷറർ K ശിവദാസൻ തുടങ്ങിയവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ ദിനാഘോഷം നടത്തി. അമർ ജവാൻ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച ചടങ്ങ് മേജർ BJ ജസ്വിൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സുബേദാർ മേജർ പത്മനാഭൻ, സുബേദാർ ഉണ്ണിക്കണ്ണൻ, ഹവിൽദാർ സാജൻ എന്നിവരെ ആദരിച്ചു. മേജർ PJ സ്റ്റൈജു, പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാലൻ, ജനറൽ സെക്രട്ടറി മധു K നായർ, രക്ഷാധികാരി പ്രൊഫസർ VM നാരായണൻ നമ്പൂതിരി, ജനറൽ കൺവീനർ KK വേലായുധൻ, ട്രഷറർ K സുഗതൻ, മുരളി അകമ്പടി, K മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് M സരോജിനിയമ്മ, NCP സംസ്ഥാന നിർവാഹക സമിതി മുൻ അംഗം EC ഗോപിനാഥ്, NCP S കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി സേവ്യർ മണ്ടുമ്പാൽ എന്നിവരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി സെക്കുലർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് UK ഗോപാലൻ, സെക്രട്ടറിമാരായ TG സുന്ദർലാൽ, M ഗിരീശൻ, ജില്ലാ നിർവാഹക സമിതി അംഗം പ്രിയൻ അടാട്ട്, MM അബ്ദുൾ ജലീൽ, NMC ജില്ലാ സെക്രട്ടറി PV ലീല, KS ജിനി, CC വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു.
കോട്ടയം തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് ഇവാഞ്ചലിക്കൽ മിഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കായി നിർമ്മിച്ച കനാൻ വയോജന സംരക്ഷണ സാന്ത്വന വില്ലേജിൽ ആദ്യ സന്ദർശകരായി ചാലിശ്ശേരിയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലെ കൊരട്ടിക്കര കുടുംബ യൂണിറ്റാണ് വയോജന സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിയത്. പള്ളി മുൻ സെക്രട്ടറിയും മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ PC താരുക്കുട്ടിയുടെ നേതൃത്വത്തിൽ യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, കൊരട്ടിക്കര കുടുംബ യൂണിറ്റ് സെക്രട്ടറി ബിജു താരുക്കുട്ടി, ട്രഷറർ അനിൽ കെ ജോസ്, സിജു താരുക്കുട്ടി, തോമസ് കാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ തിരുവഞ്ചൂരിന് സമീപം നിർമ്മിച്ച കനാൻ വയോജന സംരക്ഷണ സാന്ത്വന വില്ലേജ് സന്ദർശിച്ചത്. ഞായറാഴ്ച കേന്ദ്രത്തിലെത്തിയ സംഘത്തെ പീലക്സിനോസ് മെത്രോപൊലിത്തയും കുര്യാക്കോസ് റമ്പാനും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ചായ സൽക്കാരവും ഒരുക്കി. സാന്ത്വന വില്ലേജിന്റെ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യ സന്ദർശകരായിരുന്നു കൊരട്ടിക്കര കുടുംബ യൂണിറ്റ്. വയോജന സംരക്ഷണത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച തീർത്ഥാടക സംഘം സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കനാൻ വയോജന സംരക്ഷണ സാന്ത്വന വില്ലേജ് ശ്രേഷ്ഠ കത്തോലിക്കയും മലങ്കര മെത്രോപൊലിത്തയുമായ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവയാണ് ജൂലൈ 18 കൂദാശ നിർവഹിച്ച് നാടിന് സമർപ്പിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജനപ്രതിനിധികൾ, മെത്രോപൊലിത്തമാർ, സഭാ ഭാരവാഹികളും പങ്കെടുത്തു. ഇടവക അംഗങ്ങൾ തുടർന്ന് മഞ്ഞനിക്കര ദയറ, മണർക്കാട് കത്തീഡ്രൽ, പുത്തൻകുരിശ് ശ്രേഷ്ഠബാവയുടെ കബറിടം, മലയക്കുരിശ് ദയറ, കരിങ്ങാച്ചിറ പള്ളി, MSOT വൈദിക സെമിനാരി, പെരുമ്പിള്ളിപ്പള്ളി എന്നിവയും സന്ദർശിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ സുരക്ഷ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണം പ്രധാനാധ്യാപിക ഷീന പി ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ലിറ്റിൽ കൈറ്റ്സ് 9ാം ക്ലാസ് അംഗങ്ങളായ സഫ്ന, അക്സ, വൈഷ്ണവ്, ഷാൻഡോ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്ലാസുകളിൽ സാമൂഹിക മാധ്യമങ്ങളുടെ സുരക്ഷിത ഉപയോഗം, ഓൺലൈൻ തട്ടിപ്പുകൾ തിരിച്ചറിയൽ, ശക്തമായ പാസ്വേഡുകളുടെ പ്രാധാന്യം, വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ ബോധവൽക്കരണ പരിപാടി വ്യാപിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും തുടർന്ന് രക്ഷിതാക്കൾക്കായും സൈബർ സുരക്ഷാ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ക്ലാസിന്റെ സമാപനത്തിൽ ലിറ്റിൽ കൈറ്റ്സ് അംഗം സഫ്ന സഹപാഠികൾക്ക് സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലിറ്റിൽ കൈറ്റ്സ് മെന്റർ സന്തോഷ് സ്വാഗതവും മെന്റർ സ്മിത നന്ദിയും പറഞ്ഞു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുനോയെ പെരുന്നാളിന് കൊടിയേറി. പഴഞ്ഞി ദേവാലയത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നടത്തുന്ന ശുനോയെ പെരുന്നാളിന്റെ കൊടിയേറ്റം സഹവികാരി ഫാദർ എൽദോ സാജു നിർവഹിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ മുഖ്യ കാർമ്മികനായി. ചടങ്ങുകൾക്ക് കൈസ്ഥാനി സാംസൺ S പുലിക്കോട്ടിലും സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ നടന്നു വന്നിരുന്ന രാമായണ പാരായണം സമാപിച്ചു. രാമായണ പാരായണത്തിന് ഒരുവന്നൂർ മനക്കൽ ശ്രീദേവി അന്തർജനവും കൊടിയഞ്ചിറ മാതൃസമിതിയും നേതൃത്വം നൽകി. രാവിലെ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 108 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി പൂജയും ആനയൂട്ട് നടത്തി. ശേഷം ക്ഷേത്രവും തീർത്ഥക്കുളവും പ്രദക്ഷിണം വെച്ച് ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയും പ്രസാദകൂട്ടുമുണ്ടായി. ചടങ്ങുകൾക്ക് മേൽശാന്തി സൂരജ് കൃഷ്ണൻ നമ്പൂതിരി, BTN വിജയൻ നമ്പൂതിരി, സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, ബാബു വില്ലയിൽ CU നായർ, മോഹനൻ പിള്ള, KB മോഹനൻ മാതൃസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി. കർക്കിടകം 16-ന് ഔഷധ സേവയും ആഗസ്റ്റ് 15-ന് ഇല്ലനിറയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഴഞ്ഞി അയനൂർ ചീനിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടത്തി. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഗജപൂജ, ഔഷധക്കഞ്ഞി വിതരണം എന്നിവയുണ്ടായി. വൈകിട്ട് ദീപാരാധന, ഭഗവത് സേവ എന്നിവയും നടന്നു. ക്ഷേത്രത്തിൽ 9 ദിവസം ഭക്തി പ്രഭാഷണവും ഉണ്ടായിരുന്നു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഗുദാമുൽ അഹമ്മദിയയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ആളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും റോഡിലുള്ള മാലിന്യങ്ങൾ നീക്കുകയും കാടുപിടിച്ച സ്ഥലങ്ങൾ വൃത്തിയാക്കിയുമാണ് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയത്.
കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. അഹമ്മദിയ യുവജന സംഘടന തൃശൂർ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് താഹിർ അഹമ്മദ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ഗംഗാധരൻ മാസ്റ്റർ, ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ സംസാരിച്ചു. PG ഷെരീഫ് അഹമ്മദ് ഖുർആൻ പാരായണം നിർവഹിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചാവക്കാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആളൂർ, ചാവക്കാട്, ചേലക്കര, കാവശ്ശേരി, പള്ളിപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി ദൃശ്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ നിറക്കൂട്ട് എന്ന പേരിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന മത്സരം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം R ജയകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ജനാർദ്ദനൻ, സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഡോക്ടർ A ഹരിനാരായണൻ, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ VK സന്തോഷ്, ദൃശ്യ ഭാരവാഹികളായ R രവികുമാർ, അരവിന്ദൻ പല്ലത്ത് എന്നിവർ സംസാരിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലായി 600ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് ഒന്നാം സമ്മാനമായി 3000 രൂപയും, രണ്ടാം സമ്മാനമായി 2000 രൂപയും, മൂന്നാം സമ്മാനമായി 1000 രൂപയും സർട്ടിഫിക്കറ്റും നൽകും. ഓഗസ്റ്റ് 9 ഞായറാഴ്ച രുക്മിണി റിജൻസിയിൽ നടക്കുന്ന ചടങ്ങിലാണ് സമ്മാന വിതരണം നടക്കുക. പുതുശ്ശേരി ശ്രീ അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നത്. തുടർന്ന് നടന്ന ആനയൂട്ടിൽ കുട്ടൻകുളങ്ങര അർജുനൻ, നാണു എഴുത്തച്ഛൻ ശ്രീനിവാസൻ, തൊട്ടേക്കാട്ട് കുഞ്ഞിലക്ഷ്മി എന്നീ ആനകൾ പങ്കെടുത്തു. ഗജപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട്, ക്ഷേത്രമേൽശാന്തി പട്ളയില്ലത്ത് രമേശ് ഭട്ട് എന്നിവർ ആദ്യ ഉരുള നൽകിയതോടെയാണ് ആനയൂട്ടിന് തുടക്കമായത്. തുടർന്ന് ഭക്തജനങ്ങൾ വിവിധ പഴങ്ങളും ചോറുരുളകളും ആനകൾക്ക് നൽകി. 9:30 മുതൽ ഒറ്റപ്പാലം ഹരിയുടെ മേള പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ 2026-27 വർഷത്തെ ഡയറി പ്രകാശനം ചെയ്തു. പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രേമനാഥ് കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി മേഖലാ പ്രസിഡന്റ് T സോമശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2026-27 വർഷത്തിലെ പ്രദേശത്തെ പ്രധാന ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും വിവരങ്ങൾ അടങ്ങിയതാണ് ഈ ഡയറി. ചടങ്ങിൽ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, KV രാമകൃഷ്ണൻ, ശങ്കരനാരായണൻ നമ്പൂതിരി, പ്രജീഷ്, സുരേഷ് കുമാർ, ബിനീഷ് പുതുശ്ശേരി, കമ്മിറ്റി മെമ്പർമാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊല്ലത്തെ 2026-27 കൊല്ലങ്ങളിലെ ഉത്സവങ്ങൾ, പൂരങ്ങൾ, പെരുന്നാളുകൾ എല്ലാത്തിൻ്റെയും ഈ ഒരു ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ റേഞ്ച് ഓഫീസർക്ക് അതിൻ്റെ ലിസ്റ്റും അതിൻ്റെ ഡയറിയും കൈമാറുന്ന ഈ ഒരു ചടങ്ങ് ക്ഷേത്രസന്നിധിയിലെ ദേവിയുടെ മുമ്പിൽ അതിൻ്റെ കമ്മിറ്റികളായിട്ട് എല്ലാ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്താൻ ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു. പെരുമ്പിലാവ് KR ഇൻ ഹോട്ടലിൽ നടന്ന സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുകിട സംരംഭങ്ങളെ കോർപ്പറേറ്റ് ഭീമന്മാർ വിഴുങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ബാങ്കുകൾ തമ്മിൽ സംയോജിക്കുന്നതാണ് പുതിയ കാലത്തിന്റെ പ്രത്യേകത. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയിരുന്ന സാധനങ്ങൾ ഇന്ന് മാളുകളിൽ നിന്നാണ് ജനങ്ങൾ വാങ്ങുന്നത്. ചെറുകിട മേഖലയെ തകർക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. ചെറുകിട സംരംഭങ്ങളായ പ്രൈവറ്റ് ബാങ്കുകളും ഭീഷണി നേരിടുന്ന സാഹചര്യമാണുള്ളതെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. സഭ തന്നെ കൂടി നടത്തുന്ന ജില്ലകളിലൊന്ന് തൃശ്ശൂരാണ്. വിശ്വസനീയമായ ഒരുപാട് സ്ഥാപനങ്ങൾ. ഒരുപക്ഷെ കേരളത്തിലെ നിരവധി ബാങ്കുകളുടെ ആദ്യകാല ബാങ്കുകളുടെ തലസ്ഥാനം തൃശ്ശൂർ ജില്ലയാണ്. ഇപ്പൊ ബാങ്കിങ് രംഗത്തൊക്കെ മാറ്റം വരികയാണ്. ബാങ്കുകളെ സംയോജിപ്പിക്കുന്ന പുതിയ നയങ്ങൾ വരികയാണ്. പ്രസിഡന്റ് ഗീതയോട് കൂടിയാണ് പറയുന്നത്. അപ്പൊ ചെറുകിട സ്ഥാപനങ്ങൾ വിഴുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്
നമ്മൾ നിൽക്കുന്നത്. നിങ്ങളുടെ മേഖലയിൽ മാത്രമല്ല. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PV ഷാജി അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് PA ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MP ഫ്രാങ്കോ വാർഷിക റിപ്പോർട്ടും ട്രഷറർ K രവീന്ദ്രൻ വാർഷിക കണക്കും അവതരിപ്പിച്ചു. അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഗോപു അവാർഡ് വിതരണം ചെയ്തു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച താലൂക്ക് ഭാരവാഹികളെ സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മറ്റപ്പള്ളി ആദരിച്ചു. സോജൻ ജോസ് മെമ്മോറിയൽ ചാരിറ്റി ഫണ്ട് വിതരണം കുന്നംകുളം നഗരസഭാ കൗൺസിലർ ഗീതാ ശശി നിർവഹിച്ചു. ജൂബിലി മൊമെന്റോ വിതരണം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കനും, വർഗീസ് പുളിക്കൻ മെമ്മോറിയൽ വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണം ജില്ലാ രക്ഷാധികാരി CA ആൻഡോയും നിർവഹിച്ചു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് AP കൃഷ്ണകുമാർ, സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിമാരായ PK രാജശേഖരൻ, PR പുഷ്പകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് J അനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് അരിക്കാട്ട്, കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് CP ജോസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി EA ജോസഫ് അനുശോചന പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് തച്ചപ്പുള്ളി പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ മണി ലെൻഡിംഗ് ബിസിനസ് രംഗത്തെ സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും നടന്നു. സംഘടനയുടെ ചിരകാല സ്വപ്ന സാക്ഷാത്കാരമായി തൃശൂരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റീജിയണൽ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. അന്യായമായ വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രകടനം ഹോച്ചിമിൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. PS അശോകൻ, KC സുനിൽ, TM ബാബുരാജ്, CG സതീശൻ, MM സുമേഷ്, KS വിഷ്ണു, മുഹമ്മദ് റിനൂസ് എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡും കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് നിർവഹിച്ചു. 1-ാം വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ സബേറ്റ വർഗീസ് സംബന്ധിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടർമാർ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ശ്വാസകോശ രോഗവിഭാഗം, ഹൃദ്രോഗം, നാഡീരോഗം, ശിശുരോഗം, അസ്ഥിരോഗം, അർബുദരോഗം, സ്ത്രീരോഗം, ENT, ഡയറ്റീഷ്യൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ പരിശോധനകൾ സൗജന്യമായി ലഭ്യമാക്കി. ഇതിനു പുറമെ ക്യാമ്പിൽ എത്തിയവർക്കായി സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും നടത്തിയിരുന്നു. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കായി സ്തനാർബുദം മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനുള്ള ഫുൾ ഫീൽഡ് ഡിജിറ്റൽ മാമോഗ്രഫി പരിശോധനയ്ക്ക് പ്രത്യേക ഇളവുകളും ക്യാമ്പിൽ നൽകി. 2500 രൂപ നിരക്കുള്ള ഈ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് 1000 രൂപയ്ക്ക് ആശുപത്രിയിൽ വെച്ച് ചെയ്തു നൽകുന്നതിനുള്ള ഡിസ്കൗണ്ട് കൂപ്പണുകളും വിതരണം ചെയ്തു. തൃശൂർ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധനയ്ക്ക് പുറമെ തിമിരം, ഗ്ലോക്കോമ, റെറ്റിന രോഗനിർണയങ്ങളും ചികിത്സാ മാർഗനിർദ്ദേശങ്ങളും നൽകി. ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിസെപ് കാർഡുള്ള രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്യാനുള്ള സൗകര്യവും പ്രിവിലേജ് യൂറ കാർഡ് ഉടമകൾക്ക് 2 മാസത്തെ കോൺടാക്ട് ലെൻസുകളും OCT സ്കാനിങ്ങിന് പ്രത്യേക ഇളവുകളും ക്യാമ്പിലൂടെ ലഭ്യമാക്കി. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടുനിന്നു. ബ്രഹ്മക്കുളം സെന്റ് തോമസ് ഇടവകയിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. 7 മുതൽ ഡിഗ്രി ഉൾപ്പെടെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി നടന്ന ബോധവൽക്കരണത്തിന് ചിറ്റിശ്ശേരി അഗസ്റ്റിൻ ഊക്കൻ റിവൈറ്റലൈസിംഗ് ഏജൻസി ഡയറക്ടർ സിസ്റ്റർ ജീസ് തെരേസ് നേതൃത്വം നൽകി. വികാരി ഫാദർ ഡേവിസ് പനംകുളം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ CR വർഗീസ് സംസാരിച്ചു. സോഷ്യൽ മിനിസ്ട്രി കൺവീനർ ബെസ്മി വി റോബിൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്റ്റുഡന്റ് വിംഗിന്റെ നേതൃത്വത്തിൽ ബാലവേദിയിലെ കുട്ടികൾക്കായി ഹദ്ദിക്ക ബാലസംഗമം നടത്തി. മന്നലാങ്കുന്ന് അൽ ഹിക്മ മദ്രസയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കുട്ടികളുമായി ക്വിസ് മത്സരം, കളറിംഗ് ചാർട്ട് നൽകൽ, ലേണിംഗ്, മദ്രസയെക്കുറിച്ച് പരിചയപ്പെടുത്തൽ തുടങ്ങിയവയും ബാലവേദി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും നടത്തി. ക്യാപ്റ്റനായി സിദാൻ അഹമ്മദിനെയും വൈസ് ക്യാപ്റ്റനായി അബ്ദുള്ള ജമാലിനെയും അംഗങ്ങളായി മറ്റ് 7 പേരെയും തെരഞ്ഞെടുത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്നലാങ്കുന്ന് ശാഖാ സെക്രട്ടറി PP ഫൈസൽ ക്യാപ്റ്റന്മാർക്ക് ബാഡ്ജ് നൽകി അഭിനന്ദിച്ചു. സ്റ്റുഡൻസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ഷമീറിന്റെ വീഡിയോ ക്ലിപ്പ് പ്രദർശനവും ഉണ്ടായിരുന്നു. മദ്രസ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ വെച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് മധുരം നൽകി ആദരിച്ചു. സ്റ്റുഡൻസ് വിംഗ് ചാവക്കാട് മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ ജാസിർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് സഫ്വാൻ അധ്യക്ഷത വഹിച്ചു. അൽ ഹിക്മ മദ്രസ പ്രധാനാധ്യാപിക ഷാഹിദ, അധ്യാപകരായ ഹസീന, സെറീന, ജസീറ തുടങ്ങിയവരും പങ്കെടുത്തു.
CPI ആദൂർ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ണിരാജൻ പണിക്കരുടെ നേതൃത്വത്തിൽ CPI വിട്ടവർ RJDയിൽ ചേർന്നു. RJD ജില്ലാ വൈസ് പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ ഉണ്ണിരാജൻ പണിക്കർക്ക് മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. AIYF പഞ്ചായത്ത് കമ്മിറ്റി അംഗം PU ശ്രീജിത്ത്, CPI ആദൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സുജാത, രഞ്ജിത്ത് തുടങ്ങിയവരും RJDയിൽ ചേർന്നു. ചരമം കാണിപ്പയ്യൂർ വെള്ളത്തേരി പരമേശ്വരൻ മേനോൻ നിര്യാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി, കാണിപ്പയ്യൂർ INTUC യൂണിയൻ സെക്രട്ടറി, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി, കാണിപ്പയ്യൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉഷ ഭാര്യയും പ്രിയങ്ക, പ്രിയത, അഭിജിത്ത് എന്നിവർ മക്കളുമാണ്. കേച്ചേരി പട്ടിക്കര വാഴപ്പള്ളി ജോസ് നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമന ഭാര്യയും സുമി, സൗമ്യ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലക്കീഴായി മറിഞ്ഞ അപകടം, ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില അതീവ ഗുരുതരം. നാട്ടുകാർ അടച്ച കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് ക്ലർക്ക് കുടുങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്കുള്ള കെ-സ്മാർട്ട് ആപ്ലിക്കേഷന്റെ സാങ്കേതിക പോരായ്മ മുതലെടുത്ത് തട്ടിപ്പ് നടത്തിയത് ക്ലർക്ക് PS സാജിത്ത്. സംഭവത്തിൽ വിജിലൻസ് പരിശോധന നടത്തി. ഡൽഹിയിൽ നിന്നും കുറഞ്ഞ വിലയിൽ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ്, യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കാസർകോട് പള്ളിക്കര ബിലാൽ നഗറിൽ അറഫ വില്ലയിൽ 32 വയസ്സുള്ള മുഹമ്മദ് തൻസീർ. പുന്നൂർക്കുളം മണ്ടത്തോട് തങ്ങൾപ്പടിയിൽ നാടോടി യുവതികളുടെ മോഷണം. വീടിന്റെ പുറകുവശത്തെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 3 ഫാനുകളും പുതിയ ഇലക്ട്രിക്കൽ സാധനങ്ങൾ, അലൂമിനിയം ഡോർ എന്നിവയും മോഷ്ടിച്ചു. പോലീസ് വിഷയം ഗൗരവമായി കാണുന്നില്ലെന്ന് ആക്ഷേപം. കുരങ്ങ് ശല്യത്തിൽ ദുരിതം പേറി കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ടുവളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ച വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. CCTV സ്പെഷ്യൽ സ്റ്റോറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.